അഭിവന്ദ്യ ഗുരു സ്വാമി ദൈവമിത്രം, ഇന്ന് മിത്രമേളയ്ക്കായി എത്തിച്ചേർന്നിട്ടുള്ള അതിഥികൾ, എൻ്റെ പ്രിയ മിത്രങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ചെസ് കമ്പിൾ ഇൻ്റർനാഷണൽ എന്നത് ഏങ്ങണ്ടിയൂരിലെ പുളിക്കക്കടവ് എന്നയിടത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ശാസ്ത്രോന്മുഖ മതേതര സാമൂഹ്യ ആത്മീയ രജിസ്റ്റേർഡ് സംഘടനയാണ്. കാലത്തിൻ്റെ ഒരു വലിയ ആവശ്യം നിറവേറ്റുക എന്ന ദൗത്യത്തിന് നേതൃത്വം നൽകാനുള്ള അർഹത നേടി ഏങ്ങണ്ടിയൂരിലെത്തിയ സ്വാമി ദൈവമിത്രമാണ് ഈ സംഘടനയുടെ സ്ഥാപകനും മുഖ്യ ഉപദേശകനും. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചെസ് കമ്പിൾ, അതായത് ഒരു സംയോജിത ജീവിതോർജ പരിപാലന കേന്ദ്രം, ഇൻ്റഗ്രേറ്റഡ് ലൈഫ് എനർജീസ് മാനേജ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന കർത്തവ്യം. ചെസ് കമ്പിൾ എന്ന പദം നമുക്കത്ര പരിചിതമല്ല, അല്ലേ? ചർച്ച്, മോസ്ക്, ടെമ്പിൾ എന്നീ പദങ്ങളുടെ ഒരു സമന്വയമാണ് ഈ പദം. ഐക്യത്തിൻ്റെ പ്രതീകമായാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഇന്ന് ലോകത്ത് എവിടെയും ചെസ് കമ്പിൾ നിലവിലില്ല. ആദ്യത്തെ ചെസ് കമ്പിളാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇത് ഒരു നിർമ്മിതിയാണ്, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, പക്ഷേ ഇതൊരു ആരാധനാലയമല്ല. മനുഷ്യനിലെ പലതായ സൂക്ഷ്മതല ഊർജങ്ങളെ ഏകീകരിക്കാൻ സഹായിക്കുന്ന ഒരു സംയോജിത ജീവിതോർജ പരിപാലന കേന്ദ്രം. അതാണ് ചെസ് കമ്പിൾ. ഏതൊരു മതവിശ്വാസിക്കും ചെസ് കമ്പിൾ ഉപയോഗിക്കാം. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, ദേശ, ഭാഷ വിഭാഗീയതകൾക്കെല്ലാം അതീതമാണ് ചെസ് കമ്പിൾ. 24,000 വർഷങ്ങളെ ഉൾക്കൊള്ളുന്ന യുഗചക്രത്തിൻ്റെ ഭാഗമായി കാലം സഞ്ചരിക്കുന്നു. കലിയുഗം അഥവാ ഇരുണ്ട യുഗം പിന്നിട്ട് ശാസ്ത്രയുഗം, ആറ്റമിക് ഏജിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു യുഗം അവസാനിച്ചാലും അടുത്ത 500 വർഷങ്ങൾ കൂടി ആ യുഗത്തിൻ്റെ ഒരു നിഴൽ നിലനിൽക്കുമത്രേ. അങ്ങനെ ഒരു യുഗസന്ധ്യയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഇരുണ്ട യുഗത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നത്. ശാസ്ത്രയുഗമായതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ വികാസമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ രംഗത്ത് വലിയ വളർച്ച സംഭവിക്കാനിരിക്കുന്നതായും നമുക്കറിയാം. അപ്പോൾ എന്താണ്? മനുഷ്യൻ്റെ ബുദ്ധിയുടെ തലം അതിയായി വളരുകയും എന്നാൽ അതിന് ആനുപാതികമായ ബോധവികാസം സംഭവിക്കാതെയും ഇരിക്കുന്നു എന്ന ഒരു പ്രതിസന്ധി മനുഷ്യൻ ഇന്ന് നേരിടുന്നു. ബാഹ്യതലം വളർന്നും ആന്തരിക തലം ശുഷ്കിച്ചും ഇരിക്കുന്ന ഈ അവസ്ഥ നമുക്ക് അഭിലഷണീയമല്ല, മറിച്ച് ആപത്കരവുമാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യനിലെ സൂക്ഷ്മതല ഊർജങ്ങൾ പലയിടങ്ങളിലായിട്ട് ശരീരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ശിരോകേന്ദ്രീകൃത ഊർജക്ഷേത്രം, കണ്ഠകേന്ദ്രീകൃതം, ഹൃദയ കേന്ദ്രീകൃതം, നാഭി കേന്ദ്രീകൃതം എന്നിങ്ങനെ ഈ ഊർജ കേന്ദ്രങ്ങളിലേക്കുള്ള ഊർജത്തിൻ്റെ അളവ് ഏതാണ്ട് സമാനമാകുന്നതാണത്രേ അഭികാമ്യം. ഊർജ കേന്ദ്രങ്ങളിലെ ഊർജങ്ങളുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ്
നാം ഇന്ന് അനുഭവിക്കുന്ന അശാന്തിയുടെ മുഖ്യ കാരണം. അപ്പോ ചെസ് ടെമ്പിൾ എന്താണ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു, അതൊരു നിർമ്മിതിയാണ്. അതിനകത്ത് കയറി 9 മുതൽ 18 മിനിറ്റുകൾ വരെ ശാന്തമായി പരമമായ ആ സത്യത്തോട് ചേർന്നങ്ങനെ ഇരുന്നാൽ മാത്രം മതി. പ്രാർത്ഥനയോ ജപമോ ധ്യാനമോ ഒന്നും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിലെ പലതായ ഊർജ കേന്ദ്രങ്ങളിലെ ഊർജങ്ങളെ ഈ ചെസ് ടെമ്പിൾ ഊർജ കേന്ദ്രം ഏകീകരിക്കുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് ശാരീരികമായും മാനസികമായും ഉണർവ് ലഭിക്കും, ബോധവികാസം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശാന്തി നിറഞ്ഞ ഒരു ജീവിതം മനുഷ്യന് സാധ്യമാകുന്നതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി കാലം അനുവദിച്ചു നൽകുന്ന ഒരു പാരിതോഷികമാണ് ഈ ചെസ് ടെമ്പിൾ. നമ്മൾ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യത്തെ ചെസ് ടെമ്പിൾ നിലവിൽ വരിക എന്ന്. അങ്ങനെ ഒരു ചെസ് ടെമ്പിൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ, അതും മനുഷ്യരാശിക്ക് ഇത്രയും പ്രയോജനപ്രദമായ ഒരു ചെസ് ടെമ്പിൾ, ഇത് ഒരെണ്ണം മാത്രം ഉണ്ടായാൽ എല്ലാ മനുഷ്യരുടെയും ഉപയോഗത്തിനായിട്ട് മതിയാവുകയില്ല. മാത്രമല്ല, ഈ ചെസ് ടെമ്പിൾ തുടർച്ചയായി ഉപയോഗിക്കുകയും വേണം. അപ്പം എന്താണ് ചെയ്യാം? അതായത് ആദ്യത്തെ ചെസ് ടെമ്പിൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും എവിടെയും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ചെസ് ടെമ്പിളുകൾ നിർമ്മിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ സംഘടന വഴി ലഭ്യമാകുന്നതാണ്. അങ്ങനെ ഇന്ന് നിലനിൽക്കുന്ന വിഭാഗീയതകൾക്കെല്ലാം അതീതമായി വർത്തിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഐക്യവും ശാന്തിയും വളർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ചെസ് ടെമ്പിളിൻ്റെ സാമൂഹ്യ പ്രസക്തി. ഇനി ശാസ്ത്രമേഖല. ശാസ്ത്രം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനുമെല്ലാം കാരണമായ അടിസ്ഥാനത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം. പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ തലത്തിൽ നിന്നും ആറ്റമിക് തലത്തിലേക്കും അവിടെ നിന്ന് സബ് ആറ്റമിക് തലത്തിലേക്കുമുള്ള പ്രയാണം ക്വാണ്ടം ലെവലിലെത്തി ക്വാണ്ടം പാർട്ടിക്കിൾസിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയാം. ഇപ്പോഴും നമ്മൾ ഫണ്ടമെൻ്റൽ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ലെവലിലേക്ക് എത്തുന്നതിനും ചെസ് ടെമ്പിൾ നിദാനമാകുന്നു എന്നാണ് സ്വാമി പറയുന്നത്. അതായത് ചെസ് ടെമ്പിൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഊർജങ്ങളുടെ ഏകീകരണത്തിന് കാരണമാകുന്ന ആ ചെസ് ടെമ്പിൾ ഊർജ സാന്നിധ്യം, ആ ഊർജ ഘടന എന്താണെന്ന് ശാസ്ത്രം പഠനവിധേയമാക്കും. ആ പഠനം എവിടേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക? ചെസ് ടെമ്പിൾ നിർമ്മിതിയിലെ അതിസൂക്ഷ്മതരങ്ങളായ ഗണിത ജാമിതീയ തത്വങ്ങളിലേക്കാണ്. ചെസ് ടെമ്പിൾ ഘടന പ്രപഞ്ച താളവുമായി യോജിക്കുന്നു എന്നാണ് സ്വാമി പറയുന്നത്. അതിയായി വികസിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള പഠന ഗവേഷണങ്ങൾ എവിടേക്കാണ് വാതായനങ്ങൾ തുറക്കുക? സർവ ബ്രഹ്മാണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ഘടനയ്ക്കും സ്വഭാവത്തിനുമെല്ലാം കാരണമായ ശുദ്ധമായ ജീവിതോർജം, പ്യുവർ ലൈഫ് എനർജിയെ കണ്ടെത്തുന്നതിൽ, തിരിച്ചറിയുന്നതിൽ കൊണ്ടുചെന്നെത്തിക്കും. ഒരു 14-15 വർഷങ്ങൾക്കകം ഫണ്ടമെന്റൽ ലെവൽ ഓഫ് സയൻസ്
ശാസ്ത്രശാഖ തന്നെ രൂപം കൊള്ളുമെന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അടിസ്ഥാനത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? യഥാർത്ഥ ശാസ്ത്രയുഗം അവിടെ ആരംഭിക്കുകയായി. ഇതാണ് ശാസ്ത്രലോകത്തിന് ചെസ് കമ്പിൾ ചെലുത്താൻ പോകുന്ന സ്വാധീനം. ഇനി സത്യത്തെക്കുറിച്ച് 2 വാക്ക്. സത്യം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് സത്യം? എന്താണോ ഉള്ളത് അതാണ് സത്യം. ആ പരമമായ സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് സത്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് മതങ്ങളിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, ഈ അറിവുകളൊന്നും പരിപൂർണമല്ല. സ്ഥലകാല സന്ദർഭങ്ങളുടെ ആവശ്യാനുസരണം മാത്രമാണ് കാലം ആപേക്ഷണീയമായ സത്യങ്ങളാണ് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് സത്യത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷി ആർജിക്കുന്നതിനനുസരിച്ച് മാത്രമാണ് കാലം, ഋഷിമുനിമാർ, പ്രവാചകർ എന്നിവരിലൂടെ സത്യത്തെ കൂടുതലായി അവതരിപ്പിക്കുകയുള്ളൂ. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ എന്താണ് തീവ്രമായ ആപേക്ഷണീയ സത്യങ്ങളായിരുന്നു. അപ്പോൾ ഒരറ്റത്ത് തീവ്രമായ ആപേക്ഷണീയ സത്യം, മറ്റേ അറ്റത്ത് ആത്യന്തികമായ ആ കേവല സത്യം. ശാസ്ത്രയുഗത്തിൽ, ഇന്നത്തെ ഈ യുഗത്തിൽ പ്രായോഗികമായിട്ടുള്ളത് മിതമായ സത്യമാണ്. സത്യത്തെ മിതവൽക്കരിക്കുന്നു. മിതത്വത്തിൽ അധിഷ്ഠിതമായ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധ്യാത്മികതയെന്നോ ഭൗതികതയെന്നോ വേർതിരിവുകളില്ലാതെ ജീവിതത്തെ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ്? മാറി വരുന്ന കാലം മനുഷ്യനിലും ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു. ശാസ്ത്ര സാങ്കേതികത അതിയായി വളരുമ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന്, അതിനുള്ള ബോധവികാസം മനുഷ്യന് ഉണ്ടാകണമെന്ന് കാലം ഇച്ഛിക്കുന്നു. അപ്പം അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങളോ സമയനഷ്ടമോ ഒന്നും കൂടാതെ തന്നെ മനുഷ്യനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ചെസ് കമ്പിൾ. നമ്മൾ ചികിത്സാ രംഗത്ത് ഒരു എക്സ്റേ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്കാനിങ് മെഷീൻ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ വിശകലനം ചെയ്തുകൊണ്ട് ന്യൂനതകൾ കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതുപോലെ നമ്മുടെ സൂക്ഷ്മ തലത്തിലെ ഊർജങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ആവശ്യമായ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു മഹായന്ത്രം എന്ന് ചെസ് കമ്പിളിനെ വിശേഷിപ്പിക്കാം. അപ്പൊ കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? കൊള്ളാം അല്ലേ? അപ്പൊ ഇതിനായിട്ട് ധർമ്മബോധമുണർന്ന ഒരു കൂട്ടം മനുഷ്യർ കർമ്മനിരതരായി കൈകോർത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മിത്രമേളകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മിത്രമേളയെക്കുറിച്ച് കൂടുതലായി സ്വാമി ദൈവമിത്രം സംസാരിക്കും. ഇത്രയും നേരം വളരെ ശ്രദ്ധാപൂർവം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.